ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. ഇതിനുവേണ്ടി ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് നെയ്യ്, പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, 1/2 കപ്പ് തേങ്ങ, ഇനി ഒരു 3/4 കപ്പ് ബ്രെഡ് ക്രംസ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും. ഇത് ഓപ്ഷണലാണ്. ആദ്യം നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായതും ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് ഒന്ന് സോട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പഴം നമ്മൾ നെയ്യിലിട്ട് ഇങ്ങനെ വഴറ്റി ചെയ്യുമ്പോൾ കട്ട്ലറ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ പഴം നന്നായിട്ട് നെയ്യിൽ കിടന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പഴവും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ ഒരുപാട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം വരില്ല. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അല്പം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ പഴം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ബൗളിലോട്ടാക്കി തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി കോൺഫ്ലവറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല ലൂസായിട്ട് തിൻ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവറിന് പകരമായിട്ട് മൈദയും എടുക്കാം. ഇത് രണ്ടുമില്ലെങ്കിൽ 2 മുട്ട മാത്രം മിക്സ് ചെയ്തെടുത്താലും മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കോൺഫ്ലവർ മിക്സ് വേണ്ടത്. ഇനി ഈ പഴത്തിൻ്റെ മിക്സ് കുറച്ച് ലൂസായതുകൊണ്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ എളുപ്പത്തിന് ഒരു 2-3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ക്രംസ് ഒരുപാട് ചേർക്കരുത്, ജസ്റ്റ് ഇതൊന്ന് ബൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി പഴം ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇത് നല്ല റൗണ്ടായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് കോൺഫ്ലവർ മിക്സിൽ ആദ്യം ഡിപ്പ് ചെയ്ത് രണ്ടാമത് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഉരുട്ടിയെടുക്കാം. ബ്രെഡ് ക്രംസ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ബ്രെഡ് വാങ്ങി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലോട്ട് കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടായതും കട്ട്ലറ്റൊക്കെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. തീ കൂടാൻ പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇനി ഇത് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി തുടങ്ങിയതും തിരിച്ചും മറിച്ചു വിട്ട് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ കട്ട്ലറ്റ് നന്നായിട്ട് മൊരിഞ്ഞ് 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് കോരി മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള കട്ട്ലറ്റ്സും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ടാറ്റാ, ബൈ.